എന്ത് പറയണമെന്ന് അറിയാമോ? റാംബോ റാംബോ എൻ്റെ കൂട്ടത്തിൽ ആഷിക് ഉണ്ട്. ആഷിക് ഓൺ ഷോർട്സ്. അവനും ഞാനും കൂടെ ഇവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുണ്ടന്നൂരുള്ള അലി കഫയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ പറയുക, കുളിച്ചിട്ട് നനച്ചിട്ടും 10 ദിവസമായ ഒരുത്തിനെ പോലെ അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്. ഞാൻ ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക്, എടാ വേണം ഒരു സിഗരറ്റ് വലിച്ചോ, ഒരു കോഫി കുടിച്ചോ നോക്കുമ്പോൾ സിഗരറ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ സൗണ്ട് ഇപ്പം കേൾക്കണം. ഭയങ്കര ഗർജനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പിന്നെ പേഴ്സണലി എനിക്ക് കുറച്ച് ഡീസൻറ്റ് പണിയൊക്കെ തന്നിട്ടുണ്ട് മച്ചാൻ. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ കണ്ടു വിട്ടു. പോട്ടെ. ഡി ജി പി കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു, ന്യൂസ് വന്നു. ബഹുമാനപ്പെട്ട അതോറിറ്റി അത് അന്വേഷിക്കട്ടടാ, അത് നല്ല കാര്യമല്ലേ? അപ്പം നിങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അന്വേഷിച്ചതിൻ്റെ തെളിവിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലതല്ലേ അത്? അന്വേഷിക്കട്ടെ. നമുക്കിതൊക്കെ പുറത്തുനിന്ന് കാണാം. ഡ്യൂ കോൾ തപ്പി ആഫ്റ്റർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ തപ്പി? ആ, അടുത്ത ചോദ്യം എന്നോട്. ഞാൻ എന്തിനാണ് ഇതിന് ഉത്തരം പറയണത്? ചായൻ എവിടെയാ നിൽക്കണേ? ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഒരിക്കലുമില്ല. നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അച്ചായ പറയാൻ പറ്റുമോ തൊപ്പി എന്താണ് അച്ചായൻ ശരത്തായിട്ട് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ലടേ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊണയടിച്ച് അവനവൻ്റെ ഒരു കാര്യമുണ്ടേ. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ആളാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് കൊണ്ടാവണം, അല്ലാണ്ട് വേറൊരാളെ ചവിട്ടിക്കൊണ്ടാവരുത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നീട് അതിനകത്ത്, ഞാൻ കൊണ്ട വിട്ടവൻ അവൻ എനിക്കിട്ട് പണിയാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ പണി കിട്ടാൻ വേണ്ടി അവിടെ പോകണോ? അതുമൊക്കെ വൺ ഓഫ് ദ തിങ്സ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ഒഴിവായി പോകുന്നു, അത്രേ ഉള്ളൂ. തൊപ്പി നല്ലതാണോ? തൊപ്പി എനിക്ക് നല്ലതാണ്. നിങ്ങൾക്ക് മോശമാണോ? എനിക്ക് അറിഞ്ഞൂടാ. ഡിഡ് യു കോൾ തൊപ്പി ആഫ്റ്റർ ദിസ്? ചേട്ടൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തൊപ്പി ക്യാഷ് വല്ലതും തന്നോ? ഇല്ലയോ? അവന് ക്രിപ്റ്റോ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ അതെ, അവൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്ത്? നിങ്ങൾ കൊണ്ടുത്തരുമോ ഇപ്പൊ തന്നില്ലെങ്കിൽ? അല്ലെ തന്നത് കുറഞ്ഞു പോയെങ്കിൽ അച്ചായ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ലീവ് ദാറ്റ്. സൈക്കോ ബ്ലിൻഡോ. റാംബോ ഒരു ഡോഗ്. സീരിയസ്ലി ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പേര് റാംബോ എന്നാ. ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ടു ബി ഹോണസ്റ്റ്. ഓക്കെ. റാംബോ മൈരനാണെന്ന് പറയുന്നു. വാട്ട് അബൌട്ട് മമ്മു? ഇപ്പൊ പറയണ കാര്യം എന്താണെന്ന് പോലും പറയാനും അത് പറഞ്ഞു തീർക്കാൻ പോലുമുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തൊരുത്തൻ, വിദ്യാഭ്യാസവും വിവരവും 7 അയലൊക്കത്തൂടി പോകാത്തൊരുത്തൻ, തേങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് കേൾക്കണ ഒരുത്തൻ. ഞാൻ അന്ന് തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇത് നടപടിയാണ്, കേസല്ലെന്ന്. ചേട്ടൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തൊപ്പി ക്യാഷ് വല്ലതും തന്നു? അയ്യോ, എല്ലാവർക്കും ഇപ്പൊ അതാണല്ലോ അറിയേണ്ടത്. തന്നടാ. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. സമയം കഴിഞ്ഞു. ഹൈ ഹബ്ബുമായിട്ടുള്ള നമ്മുടെ ഒരു കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം മാറ്റി തന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇപ്പം നമ്മുടെ വീടിന് പെയിന്റ് അടിക്കുന്നുണ്ട്. പുറത്തൊക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. കുറച്ച് ഡ്രസ് വർക്കൊക്കെ വന്ന് ഓണർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് അകത്തേക്കുള്ള പെയിന്റിങ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഇത് പറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ വന്ന് കണ്ട് അറിയിക്കാതെ നമ്മൾ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം വാട്ടപ്പോട്ടും മുന്നു ഈസ് എ ജം. മനു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പ്രശ്നങ്ങളെ നേരിടാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും കൂട്ടത്തിൽ നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടുകാരനാണ് മുനു. അപ്പോൾ മുനു എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു ലെവൽ റേഞ്ചാണ്. പിന്നെ അവനെ ഈ കൂട്ടത്തിലുള്ള കൊണകളൊക്കെ പറഞ്ഞ് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബോധവും ബുദ്ധിയും തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. റാംബോ ലുക്ക് ലൈക്ക് ബീഫ് ഫ്രൈ. എടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈ. അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ചേട്ടൻ അന്നേ പറഞ്ഞതാ. അതെ, ഞാൻ അന്നേ പറഞ്ഞതാ. മോശമാണ്.
തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ് അത് ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ് ഒറിജിനൽ ആണെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കരുത്. കാരണം ഇപ്പോൾ ഒത്തിരി സാധ്യതകളുള്ളതാണ്. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഇനി ഒരുപക്ഷെ ഇനി അവൻ്റെ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ അവൻ കാണിച്ചത് മഹാപിറപ്പാണ്, പറഞ്ഞത് മഹാപിറപ്പാണ്. പിന്നെ അതിൻ്റെ കൊടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരിക്കലും കരുതരുത്. കാര്യം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു അടിച്ചുപൊളി മൂഡിൽ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് നോർമലി കമൻറ്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞതൊക്കെ മര്യാദയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ കാണിക്കുക എന്ന് പറയുന്നത് മഹാദരിദ്രമാണ്. അതിനോട് ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ അതൊരു പ്രശ്നത്തിൽ നിന്നും വേറൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന വഴിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അത്രയ്ക്കുമൊക്കെ ശത്രുത ഉണ്ടാവേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത്? ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിൽ യവന്മാർ പെടും. ഡിഡ് യു കോൾ റാംബോ ഓർമ്മനോ? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ റാംബോനെ ഒന്നും എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാറില്ല. ഞാൻ സീരിയസ്ലി മമ്മൂനെയും റാംബോനെയൊന്നും ഞാൻ വിളിക്കാറില്ല. മമ്മൂനെ ഞാൻ ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷമീറിനെ വിളിക്കാൻ നോക്കി, മമ്മൂനെ വിളിക്കാൻ നോക്കി, അവരാരും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് യവന്മാർ ഈ 2 പേരും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർ ഞാനിതെല്ലാം അറിഞ്ഞത് കൊണ്ട് വിളിക്കുക എന്ന് ഓർത്തിട്ടായിരിക്കും എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അച്ഛാ ചുമ്മാ തൊപ്പി വെളുപ്പിക്കല്ലേ. അല്ലടാ തൊപ്പി എനിക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് തന്നിട്ട് ഞാൻ വിളിപ്പിക്കുക എന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ നിനക്ക് അവൻ എനിക്ക് അയച്ച ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. ജീവിതകാലം മുഴുവൻ എനിക്ക് എന്താ അയച്ചു തന്നിട്ടുണ്ടെന്നുള്ളത്. തൊപ്പി ഫയൽ ചെയ്ത കേസ് എവിടുന്ന് വരെ ആയി, അവരോട് സംസാരിച്ചു? ഇല്ല ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. ഇനി എന്ത് കാര്യത്തിലാണ് ഞാനിതൊക്കെ സംസാരിക്കണേ? ഞാനിപ്പോൾ ഈ ലൈവ് നിങ്ങളോട് ഇതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മെസ്സേജ് കൊണ്ട് കിടക്കപ്പുറതി ഇല്ല ഇതിനകത്ത്. അച്ചായ എന്താ കാര്യം, എന്താ ഒരു കാര്യം, മറ്റേ കാര്യം, മറിച്ചേ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അവനോട് വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ കിട്ടേണ്ട ആൾക്കാരെ ആരും കോണ്ടാക്റ്റിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ച് ലൈവ് വന്നിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള പറയാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഓൺലൈനിൽ എന്താ പറയുക ഇതിൽ കണ്ടതും ലൈവിൽ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊന്നും ഇല്ലേം താനും.